കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള സൈബർ പോര് സകല പരിധികളും ലംഘിച്ചതോടെ കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷൻ സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച ഹൈബി ഈഡൻ എം പി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് ഹൈബി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിവാദ ചാറ്റുകൾ പുറത്തുവന്നതാണ് പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നിലെന്ന് ഉറപ്പാണ്. ഹൈബിയുടെ രാജി സന്നദ്ധത കെപിസിസി ഇതുവരെ ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെങ്കിലും ചാറ്റ് ചോർച്ച വിവാദത്തിൽ നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതേസമയം അച്ചടക്ക ലംഘനത്തിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉറച്ച നിലപാടെടുത്തതോടെ VD സതീശൻ പക്ഷത്തിന് ഈ നീക്കങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഗ്രൂപ്പിൽ KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ അതിരൂക്ഷമായി അധിക്ഷേപിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കണ്ണൂർ സിംഹമല്ല, ഏത് കോണോത്തല സിംഹം അലറിയാലും ജനങ്ങൾ സതീശനൊപ്പമാണ് തുടങ്ങിയ മോശം പരാമർശങ്ങൾ KPCC അതീവ ഗൗരവത്തിലാണ് കാണുന്നത്. KC വേണുഗോപാലിനെ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുക്കണമെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ തോൽവിയുടെ ഭാരം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കണമെന്നും ഗ്രൂപ്പിൽ ആസൂത്രണം നടന്നത് ഗ്രൂപ്പ് പോരിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം പുറമെ വേണുഗോപാൽ പക്ഷത്തുള്ള UMLA റോജി M ജോണിനെ സൈബറിടത്തിൽ വേട്ടയാടാനും കൈകാര്യം ചെയ്യാനും സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ആഹ്വാനം ചെയ്തതാണ് VD ഗ്രൂപ്പിന് വലിയ വിനയായത്. സ്വന്തം സഹപ്രവർത്തകരെ തന്നെ സൈബറിടത്തിൽ വേട്ടയാടാൻ നിർദ്ദേശം നൽകിയത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. ചാറ്റ് ചോർച്ച വിവാദത്തിൽ ഹൈബി ഈഡനും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ സെൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നതിനു പകരം സൈബർ കൊട്ടേഷൻ സംഘമായി മാറിയെന്ന ആരോപണം ശക്തമായതോടെയാണ് ഹൈബി രാജിക്കത്ത് നൽകിയത്. എന്നാൽ വിവാദങ്ങൾക്കിടെ ഹൈബിയുടെ രാജി സ്വീകരിക്കുന്നത് അക്രമികളെ ശരിവെക്കുന്നതിന് തുല്യമാകുമെന്ന ആശങ്കയിലാണ് KPCC. പാർട്ടിക്കുള്ളിലെ ഇത്തരം സൈബർ കൊട്ടേഷനുകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് KC വേണുഗോപാൽ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനെതിരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സൈബർ സ്ട്രാറ്റജിസ്റ്റുകൾക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ KPCC ഒരുങ്ങുകയാണ്. റോജി M ജോണിനെതിരെയുള്ള നീക്കങ്ങൾ വ്യക്തിപരമായ വേട്ടയാടലാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. നേതാക്കളുടെ കുടുംബാംഗങ്ങളെ പോലും അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് സൈബർ പോര് താഴ്ന്നതിൽ K സുധാകരൻ പക്ഷവും കടുത്ത അതൃപ്തിയിലാണ്. സതീശനായി നടന്ന ഈ ആസൂത്രിത നീക്കങ്ങൾ പുറത്തായതോടെ പാർട്ടിക്കുള്ളിൽ VD ഗ്രൂപ്പിന് ഇത് രാഷ്ട്രീയമായ വലിയ കോട്ടമുണ്ടാക്കുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അച്ചടക്ക നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടന്നാൽ അത് വരാനിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളെയും ബാധിച്ചേക്കാം.